വിശ്വസിച്ചോ? ദൈവം ചിലതൊക്കെ പരിഹരിക്കും. അവന്റെ നാമം നിന്നിൽ കൂടെ മഹത്വപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ നാമം നിന്നിൽ കൂടെ, നിന്റെ കുടുംബത്തിൽ കൂടെ, നിന്റെ തലമുറയിലൂടെ മഹത്വപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ വിശുദ്ധിക്ക് യോഗ്യമാകും വേണ്ട ദൈവത്തിന്റെ വിഷയങ്ങൾ പരിഹരിക്കുമെന്ന് എന്ന് പരിശുദ്ധമോ വ്യക്തമാക്കുന്നു. ഈ മാസം ആരംഭിക്കുമ്പോ ആത്മാവനോട് പറയുന്നു, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് നാളുകളായി പരിഹാരമില്ലാതെ കിടക്കുന്ന, നാളുകളായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ചില വിഷയത്തിനകത്ത്, തലമുറയുടെ കുടുംബത്തിനകത്ത്, വിഷയത്തിൽ, വിഷയത്തിൽ, കുടുംബജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതങ്ങൾ, ദൈവത്തിന്റെ പരിഹാരം ഇന്നവരെ വെളിപ്പെട്ട് വരുമെന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ട് ചില വിടുതലുകൾ വെളിപ്പെടട്ടെ, ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ, ചിലതൊക്കെ പരിഗണിക്കപ്പെടട്ടെ. യെസ്, അവൻ വിശുദ്ധനാണ്, അവന്റെ നാമം വിശുദ്ധമാണ്. ഹലോ, അവൻ വിശുദ്ധനാണ്, അവന്റെ നാമം വിശുദ്ധമാണ്. പ്രാർത്ഥിക്കുന്ന നാമം വിശുദ്ധരായിരിക്കണം. അവന്റെ നാമം വിശുദ്ധമാണ്, അവനും വിശുദ്ധനാണ്. പ്രാർത്ഥിക്കുന്ന നാമം വിശുദ്ധരായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന പരിഗണിക്കപ്പെടൂ. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടാകൂ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ പറയുന്ന ഒരു വാചകം യോഹന്നാൻ 9:31 പറയുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഹലോ, അതുകൊണ്ട് ഇന്ന് പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമ്പോ ജീവിതത്തിലെ ബലഹീനതകൾ, പരാതികൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അപേക്ഷിക്കാൻ നീ തയ്യാറാണെങ്കിൽ അവന്റെ നാമം വിശുദ്ധമായിരിക്കുകയാണ്, അവൻ വിശുദ്ധനായിരിക്കുകയാണ്. അവന്റെ വിശുദ്ധിക്ക് ചേരുന്ന നിലവാരത്തിൽ, അവന്റെ നാമം നിന്നിൽ കൂടെ മഹത്വപ്പെടുന്ന നിലവാരത്തിൽ നിന്റെ സകല വിഷയങ്ങളും ഇന്ന് പരദൈവം പരിഹരിച്ചു തരുമെന്ന് ഇന്ന് പരിശുദ്ധമാണ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, എന്റെ വിഷയങ്ങൾ അങ്ങ് പരിഹരിക്കുന്നതിനായി സ്തോത്രം. എന്റെ സകല വിഷയങ്ങളും ഇന്ന് പകൽ അങ്ങ് പരിഹരിക്കുന്നതിനായി സ്തോത്രം. എന്റെ സകല വിഷയങ്ങളും അങ്ങ് പരിഹരിക്കുന്നതിനായി സ്തോത്രം. വിശ്വസിച്ചോ, വിശ്വസിച്ചോ? ഇന്ന് ഈ മാസം ആരംഭിക്കുമ്പോൾ തന്നെ ചിലതൊക്കെ പരിഹരിക്കപ്പെടും. നിന്റെ കുടുംബത്തിനകത്ത് ചിലതൊക്കെ പരിഹരിക്കപ്പെടും. നിന്റെ തലമുറക്കകത്ത് ചിലത് പരിഹരിക്കപ്പെടും. നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ ദൈവം ഈ ദിവസങ്ങളിൽ പരിഹരിച്ചു തരുമെന്ന് അപേക്ഷ കേട്ടിട്ടുണ്ട്. അവൻ അപേക്ഷ കേട്ടിട്ടുണ്ട്. ദൈവം ചിലതൊക്കെ പരിഹരിക്കുമെന്ന്. മനുഷ്യന്റെ അരികിൽ നിന്റെ ഒരു ആവശ്യം പറയുന്നു, അപേക്ഷ പരിഹരിക്കാൻ മാസങ്ങൾ, വർഷങ്ങൾ എടുക്കും. പക്ഷേ വിശുദ്ധിയോടെ അവന് യോഗ്യമാകുന്നുണ്ട്. അവന്റെ മുന്നിൽ നീ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ നിന്റെ അപേക്ഷ പരിഹരിപ്പാൻ എന്റെ ദൈവം അതിയായ ദൈവമാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, ചില കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ദിവസത്തിൽ പരിഹരിക്കപ്പെടും. ചില വിഷയങ്ങൾ ഇന്നുവരെ പരിഹരിക്കപ്പെടും. നാളുകളായി, വർഷങ്ങളായി പരിഹാരമില്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽ പരിഹരിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ.